ചായ എന്ന് പറയുന്നത് അമിതമായാൽ കുറച്ച് പ്രശ്നക്കാരനാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ചായ കുടിച്ചാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. നമ്മളിൽ പല ആളുകളും ഒരുപാട് ചായ കുടിക്കുന്നുണ്ട്. മീൻസ് ചില ആളുകൾ എത്രത്തോളം എന്നറിയോ, ഗ്ലാസ്സിന് പകരം വലിയ വലിയ പാട്ടകളാണ്. ഞാൻ ഓരോ പേഷ്യൻസിന് ഇത് ചോദിക്കുമ്പോൾ പാട്ട കണക്കിനാണ് ചായ കുടിക്കുന്നത്. പിന്നെ രാവിലെ തന്നെ വലിയൊരു കുടുക്കയിലൊക്കെ ചായ കാച്ചി വെക്കുന്ന ആളുകളുണ്ട്, വൈകുന്നേരം വരെ കുടിക്കാൻ വേണ്ടിയിട്ട്. ഓരോ ഭക്ഷണത്തിൻ്റെ കൂടെയും ചായ ഇല്ലാതെ പറ്റൂല എന്നുള്ള രീതിയിലുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ചായ എന്ന് പറയുന്നത് അമിതമായാൽ കുറച്ച് പ്രശ്നക്കാരനാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ നമുക്ക് ആരോഗ്യപരമായിട്ട് ചായ കുടിക്കുക എന്നുള്ളതും പറഞ്ഞുതരാം, എത്ര കുടിക്കുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഈ ചായയിൽ ഒരു കെമിക്കൽ ഉണ്ട്, ടാനിൻ എന്നതിന് പറയാം. ഈ ടാനിന് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കാന്നറിയോ? ഈ ഭക്ഷണത്തിൽ നമ്മൾ ബ്ലഡ് ഉണ്ടാക്കാൻ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് അയൺ അഥവാ ഇരുമ്പ് എന്ന് പറയുന്നത്. ഈ ഇരുമ്പിൻ്റെ അംശം നമുക്ക് ഈ ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുക. ഈ ഭക്ഷണത്തിൽ നമ്മൾ കുടലിൽ നിന്ന് ശരീരം വലിച്ചെടുക്കും. ഈ വലിച്ചെടുത്തിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മളെ ഹീമോഗ്ലോബിൻ, ചില ആളുകൾക്ക് അറിയിലുണ്ടാവും, നമ്മൾ ബ്ലഡിലുള്ള ചുവപ്പ് നിറം കൊടുക്കുന്ന ഹീമോഗ്ലോബിന് ഉണ്ടാക്കുന്നത് ഈ അയൺ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ അയണ് നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നതിനെ തടഞ്ഞു വെക്കും. ആരെന്നറിയോ? നമ്മൾ ഈ ചായയിലുള്ള ടാനിൻ എന്ന് പറഞ്ഞ ഈ ഒരു കെമിക്കൽ. ഈ കെമിക്കൽ ഇങ്ങനെ തടഞ്ഞു വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് ശരീരത്തിലേക്ക് കയറൂല. അപ്പം നമുക്ക് ബ്ലഡിൻ്റെ അളവ് കുറയും, വിളർച്ച എന്ന് പറഞ്ഞ അവസ്ഥ വരും. ഈ വിളർച്ചൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് ഒന്നിനൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല, ഭയങ്കര ക്ഷീണം, മുടി കൊഴിച്ചിൽ. സ്ത്രീകളിലാണെങ്കിൽ ഈ പീരിയഡ്സിൻ്റെ ഇറഗുലാരിറ്റീസ്, പിന്നെ പ്രഗ്നൻ്റ് ആവാനുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ ഭയങ്കര തലയ്ക്കൊരു മന്ദപ്പായിരിക്കും, എന്തോ ഒരു തലക്ക് കനം, ഒന്നും ഓർത്തെടുക്കാൻ പറ്റില്ല, ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. കുട്ടികളാണെങ്കിൽ പഠിക്കാനുള്ള ഭയങ്കരമായിട്ട് താഴത്തേക്കാണ് പോകും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇത് കാരണമായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെ ആയിരിക്കും? നമ്മൾ ആ ചായ കുടീനെ കൊണ്ടായിരിക്കും, വീട്ടിൽ നന്നായിട്ട് ചായ കുടിക്കുന്ന പ്രശ്നം കൊണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. ഈ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചായയിൽ ഒരുപാട് ഓക്സലേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട്, ഒരു കെമിക്കൽ ഉണ്ട്. ഈ കെമിക്കൽ നമുക്ക് കിഡ്നിയിൽ കല്ലുണ്ടാക്കുന്ന സാധനമാണ്. പ്രത്യേകിച്ചും ആർക്കാണെന്നറിയോ? ഈ വീട്ടിൽ ഉമ്മക്കോ ഉപ്പക്കൊക്കെ കിഡ്നിയിൽ കല്ലുള്ള ആളുകൾക്കാണെങ്കിൽ ഒന്നും കൂടി കൂടുതൽ സാധ്യത കൂടുതലാണ്. കിഡ്നീൻ്റെ അകത്ത് കല്ല് വന്നുള്ള അവസ്ഥ അറിയോ? പെയിൻ എന്ന് പറഞ്ഞാൽ ലേബർ പെയിൻ, അതായത് പ്രസവിക്കുമ്പോഴുള്ള വേദന ഉണ്ടല്ലോ, അതേപോലത്തെ വേദനയായിരിക്കും കിഡ്നീൻ്റെ അകത്തുനിന്ന് ആ കല്ലിങ്ങനെ ആ ഒരു നാളത്തിൻ്റെ അകത്ത് കൂടെ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ. മനസ്സിലായോ? അപ്പം അത്രയും വേദനയുള്ള കണ്ടീഷനാണ്. അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നും വരാം? ഈ ചായ കൂടി കൊണ്ടും വരാം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഈ ചായയുടെ ഒരു അഡിക്ഷൻ നമുക്ക് വരും എന്നുള്ളതാണ്. രാവിലെ എണീറ്റ ഒരു ഗ്ലാസ് ചായ കിട്ടാതെ ഒരു തലക്കൊരുക്ക്, ഒരു കനം, വെയിറ്റ് കൂടിയ പോലെ, ഒന്നിനും ശ്രദ്ധിക്കാൻ പറ്റില്ല ചായ ഇല്ലാതെ എന്നുള്ള അവസ്ഥയ്ക്ക് മെല്ലെ മെല്ലെ നമ്മൾ മാറിപ്പോകും. അപ്പോൾ ചായൻ്റെ പ്രശ്നങ്ങൾ ഇതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആരോഗ്യപരമായിട്ട് ചായ കുടിക്കാം? രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഒരു കാരണവശാലും ഫുഡിൻ്റെ കൂടെ നിങ്ങൾ ചായ കുടിക്കരുത്. ചായ എപ്പോഴെങ്കിലുമൊക്കെ കുടിക്കുന്നതിന് കുഴപ്പമില്ല. സ്ഥിരമായിട്ടുണ്ടെങ്കിൽ ഈ ഫുഡിൻ്റെ കൂടെ കുടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫുഡ് നമുക്ക് കിട്ടേണ്ട അയൺ നമ്മുടെ ശരീരത്തിലേക്ക് കയറാവുന്നത് കുറഞ്ഞിട്ട് നമുക്ക് രക്തക്കുറവ് വരും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ 2-3 ഗ്ലാസ് അതിലധികം ഒരു ദിവസം ചായ കുടിക്കരുത്. അത് കുടിക്കുന്നത് നമ്മൾ അഡിക്ഷൻ ഉണ്ടാവാനും നമുക്ക് 2-3 ഒതുങ്ങാൻ പറ്റാതെ കൂടുതലായിട്ട് ചായ കുടിക്കുന്നൊരവസ്ഥയിലേക്ക് മാറും നമ്മൾ കേട്ടോ. പിന്നെ ഈ ചായ കൂടുതൽ കുടിക്കുമ്പോൾ മൂത്രത്തിൻ്റെ അളവ് കൂടും. അപ്പോൾ ഡീഹൈഡ്രേഷൻ എന്താണ്? നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം വരിക, വെള്ളത്തിൻ്റെ അളവ് കുറയാം. എത്ര വെള്ളം കുടിച്ചാലും തികയൂല. നമ്മുടെ ശരീരം വെള്ളത്തിന്മേലെ ഓടും, നമുക്കറിയാം. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതൊക്കെ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ, നിങ്ങൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ്? ഫുഡിൻ്റെ കൂടെ ചായ കുടിക്കുന്ന ഒഴിവാക്കുക, 2-3 ഗ്ലാസ് ഒരു ദിവസം കുടിക്കുകയും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചായ നമുക്ക് ഒരു പ്രശ്നക്കാരനല്ലാതെ കൊണ്ടു നടക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ചായ, കട്ടൻ ചായ കുടിക്കുകയാണെങ്കിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഒരു ഉന്മേഷം നമുക്ക് കിട്ടും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഈ ലെവലിൽ കുടിക്കണം. 2-3 ഗ്ലാസ്, അത് ഓവറാകാൻ പാടില്ല. അമിതമായാൽ അമൃതം വിഷയം നമുക്കറിയാലോ. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നല്ല ചായ കുടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് നിങ്ങൾ ഇതുവരെ എത്തിച്ചും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഡോക്ടർ മുഹമ്മദ് ഷിബിലി, ശ്രീയ ഹെൽത്ത് കെയർ, പൂക്കോട്ടൂർ.